ഹായ് നമസ്കാരം, ഭദ്രികയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ചെറുകുന്ന് ആയിരംതെങ്ങ് എന്ന സ്ഥലത്താണ്. ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി അമ്മ ആദ്യമായി കപ്പലിറങ്ങി എന്ന് കരുതപ്പെടുന്ന സ്ഥലമാണ് ആഴിതീരം തങ്ങി. അമ്മ ആഴിയുടെ തീരത്ത് തങ്ങിയതിനാലാണ് ഈ സ്ഥലത്തിന് ആഴിതീരം തങ്ങി എന്ന പേര് വന്നത്. പിൽക്കാലത്ത് അത് ലോപിച്ച് ആയിരം തെങ്ങായി മാറുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഇവിടുന്ന് തന്നെ ചോദിച്ചറിയാം. ഈ ക്ഷേത്രത്തിന് ചെറുകുന്നമ്പൽ അമ്പലമായിട്ട് ബന്ധമുണ്ടല്ലേ? ചെറുകുന്നമ്മയും പിന്നെ ഈ ചാവുണ്ടീശ്വരിയായിട്ട് ബന്ധമുണ്ട്. രണ്ടാളും കൂടെ ബന്ധമാണ്. എന്താ വെച്ചാൽ ഇവിടെ പൂരം കൂടി നടക്കും. ഇവിടെ പൂരമുണ്ട്. അന്നേരം ഇവിടുന്ന് അവിടത്തേക്ക് പോകണം. ഈ കോമന്മാർ 7 ആളുണ്ടാവും. ഈ ചാവണ്ടിയുടെ കോമരും എല്ലാം കൂടെ അങ്ങത്തോളം പോകണം. അവിടെ പോയി അമ്പലത്തിൻ്റെ വേക്കുന്ന ഒരു ആട്ടമുണ്ട് വരും. ഈ ചാവണ്ടിയും അമ്മേൻ്റെ അങ്ങോട്ടേക്ക് അമ്മയായിട്ടില്ലേ നല്ലൊരാട്ടാണ്. കൂട്ടി പിരിയാൻ പാട് പണിയാന്നവർ, പിരിഞ്ഞു പോകില്ല കുട്ടിയാൾക്ക്. ഇന്ന് നേരെ അവർ പോയി പോയി കുളിച്ച് എല്ലാവരും കുളിച്ച് വേറെ മാറ്റെല്ലാം കൊടുത്ത് കാവിനുള്ളിലേക്ക് വിടാം. അമ്പലത്തിനുള്ളിൽ കയറണം. ഇയാൾ ഇവിടുന്ന് പോയ ആൾ അമ്പലത്തിനുള്ളിൽ കയറി ആടുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നും ചെറുങ്ങനെ ഒരാടി അവരെല്ലാം കാണണം. അമ്മക്ക് തൃപ്തിപ്പെടണം. അങ്ങനെ നേർക്ക് കണ്ട് ആടി ആടുന്ന് നായാട്ട് വിളിയും വിളിക്കണം പോയവർ ഈ ചാമണ്ടിക്കോമരം. അന്നേരം പിന്നെ അവർക്ക് അറിഞ്ഞു വന്നു എന്നുള്ളത് ആടെ അറിയാം അമ്മക്ക്. അങ്ങനെയാണ് അവരാടുന്ന് കൂടിപ്പിരിഞ്ഞ് ആടുന്ന് നേരെ കിഞ്ഞ് കുറേ വീടുകളിലെല്ലാം പോകാനുണ്ട്. അവിടെ അമ്പലവാസികളെ വീടാണ്. അവിടെയെല്ലാം പോയിട്ടാണ് കുറേ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് അവരെല്ലാവരും വരും. വാദ്യവും ആളും അങ്ങനെ അങ്ങോട്ടും പോകുന്നേ. വാദ്യത്തോടെ അങ്ങോട്ടും പോയി വാദ്യത്തോടെ തന്നെ ഇങ്ങോട്ടേക്കും വരും. എവിടെയും വന്ന് പിന്നെ പല ഇതും ഉണ്ടാവുമല്ല. പിന്നെ 7 ആൾക്ക് കൈ മടക്കും. അതെല്ലാം കോമരത്തമാർക്ക് വേഷം കുട്ടികളെ ആര്യായത്തിലാവാരം നിൽക്കാനുണ്ടാവും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ആറാഴ്ച അതാത് സ്ഥലത്ത് എല്ലാവരും കയറ്റി ഇങ്ങനെയാണ്. പൂരക്കുട്ടികളും ഉണ്ടാവും. കൂടെ കുഞ്ഞുങ്ങൾ 7 ദിവസവും കൂടും. 7 ദിവസം 10 ദിവസമല്ല? അല്ല, നമുക്ക് 7 ദിവസം കിട്ടും. അതെയാ, നമുക്ക് 7 ദിവസം 7 ദിവസം കൂടെ 7 ദിവസവും രാവിലെ ഇവിടെ ഉണ്ടാവും. വയലാട്ടത്തിന് പോകും. 3 ദിവസം ഇതേപോലെ പറഞ്ഞ പോലെ വയലാട്ടത്തിന് പോകണം അങ്ങോട്ട്. അവിടുന്ന് വയലാട്ടം പന്തം വെച്ചാട്ടാണ്. ചാമുണ്ടിക്ക് പന്തം വെച്ചിട്ടാണ് ആടുക. അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പന്തം കത്തിച്ചിട്ട് 2 തോന്നുകൾ പിടിക്കും 2 ആൾ. അങ്ങനെയാണ് ആട്ടം. അങ്ങനെയെല്ലാം. അതേപോലെ തന്നെ തെയ്യത്തിനും പിന്നെ ഇങ്ങനെ വയലാട്ടത്തിന് പോവും. അടി വരും. ചെറുകുന്നത്തമ്മ ഇവിടെ വന്നത് അതെങ്ങനെയാണ്? ചെറുകുന്നത്തമ്മ വന്നത് ഈ അമ്മേൻ്റെ ഒപ്പം വന്നതല്ലേ. അമ്മയല്ലേ എന്നിട്ട് അവിടത്തേക്ക് പോയത്. അമ്മയുണ്ടായിന്. അമ്മ ഇവിടെ വന്ന് ഇറങ്ങി. ഇവിടെ ഒന്നുമില്ല പോലും അന്നേരം. നമുക്കറിയില്ലല്ലോ. ഇല്ലാണ്ട് നിൽക്കുമ്പോഴേക്ക് അമ്മ വന്നു. അമ്മേൻ്റെ ഒപ്പം കുറേ ആൾക്കാരുണ്ട്. കുറേ ആളുണ്ട്. കപ്പലിൽ കയറി വന്ന് ഇറങ്ങിയ ആളല്ലേ ഇല്ല അമ്മേൻ്റെ ഒപ്പം. അമ്മേനെ അങ്ങനെയല്ലേ ഇവിടെ കൊണ്ട് ഇറക്കീനി. അമ്മേനെ സ്വപ്നം ഇവിടുത്തേത് കണ്ടിട്ടാണ് അമ്മ ഇങ്ങോട്ട് വന്നിനി. അങ്ങനെ നായമ്മനെ ആയമ്മനെ അങ്ങനെ തളിപ്പറമ്പ് പറഞ്ഞു വെച്ച് അരിയും സാധനവും കറി വെക്കാനെല്ലാം കൊണ്ടുവച്ചു അമ്മ. യാക്കത്രി കൊണ്ടുവന്ന് ഇവിടെ അമ്മ അടുപ്പെല്ലാം കൂട്ടി. സ്വർണ്ണത്തിൻ്റെ അടുപ്പാന്ന് ഇന്നും അത് കല്യാട്ടത്തിന് തുറക്കലുണ്ട്. ഇവിടെ അടുപ്പുണ്ട് ഉണ്ടെന്നാ സ്വർണ്ണത്തിൻ്റെ ആണെന്നാ പറയുന്നത്. അമ്മ ഉണ്ടിനാ കാണുന്നുണ്ട്. അത് കാണാൻ നിൽക്കാൻ പാടത്ത് ഇറക്കാൻ ഒന്നും തൊള്ളു. അത് കാണാൻ അതിൽ തെയ്യത്തിന് ചോറ് വെക്കുവാണെന്ന്. ഈ ഇങ്ങനെ വന്നിട്ട് ചുറ്റം വരണം ചെമ്പും ചോറും കൂടെ അതിൽ വെക്കുന്നു. അങ്ങനെ അമ്മ എല്ലാവർക്കും കൊടുക്കണ്ടേ, അമ്മക്കും കഴിക്കണ്ടേ. അങ്ങനെ അരി സാധനം പോയി കൊണ്ടുവന്നിട്ട് ഇവിടെ അടുപ്പ് കൂട്ടിയിട്ടാണ് വെക്കുന്നത്. അമ്മ കൂട്ടി അടുപ്പല്ലാത്തന്നെ ഉണ്ട്. അതെപ്പോൾ ഈ തെയ്യത്തിന് തുറക്കും, പിന്നെ തുറക്കില്ല. തെയ്യത്തിനേ തുറക്കുമല്ലോ. അപ്പോൾ ആ ചെമ്പും ചോറ് ഇങ്ങോട്ട് എടുക്കലും അത് ചാമണ്ടിക്കോമരത്തിൻ്റെ ഇങ്ങനെ കാലം അങ്ങോട്ട് തീൻ്റെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ മൂത്തിയിട്ട് അപ്പോൾ ആട് മൂടും. ചെമ്പും ചോറ് എടുത്താൽ പിന്നെ അതാട് വെക്കൂല. ആൾ കാണൂല. അങ്ങനെ കാണും ചെയ്യും. അങ്ങനെയാണ് എല്ലാം ഉള്ളത്. എടുത്ത് സംഭവം എല്ലാം അങ്ങനെയാണ്. അപ്പം എപ്പം മുതലാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ആയിട്ട് മാറിയത്? ഇത്
അത് അന്നേരം ഇല്ലത് തന്നെ ആയിരിക്കൂലേ അന്ന്. അല്ല ഇപ്പൊ ഈ കാണുന്ന പോലെ എല്ലാം എടുത്തത് ഇതെല്ലാം ഇപ്പൊ ഇതെല്ലാം ചെറിയതാണ്. ഇതെല്ലാം പൊളിച്ചെടുത്തിട്ട് 3 കൊല്ലം ആയിട്ടുള്ളൂ, 4 കൊല്ലം ആയിട്ടുള്ളൂ. ഇതെല്ലാം അതിനോടാണ് തെയ്യം കഴിച്ചിന്. അത്രേ ആയിട്ടുള്ളൂ തെയ്യം കഴിക്കാൻ തുടങ്ങിയിട്ട്? അല്ല, പണ്ടേ കഴിക്കലുണ്ട്. അത് പിന്നെ വെലിങ്ങനെയൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല. അതും കുറേ കൊല്ലം കൂടിയിട്ടേ ഉള്ളൂ. കൂടി കഴിച്ചത് നല്ല ഇതായിട്ട് കഴിച്ചതാണ്. പ്രധാനമായിട്ടും ചാമണ്ടിയാ? പ്രധാനമായിട്ട് ചാമണ്ടിയാ. വേറെ ആരെല്ലാം? പിന്നെ തായ്പരി ദേവത, വിഷ്ണുമൂർത്തി, ഭൂതം, നാഗം, ഗുളികൻ. ഇവരെല്ലാം എങ്ങനെ എത്തിനി? ഇതെല്ലാം അമ്മേൻ്റെ കാവക്കാരായിട്ട് വന്നാൽ പോലും. പിന്നെ അമ്മക്കിവിടെ സ്ഥലവുമില്ല നിൽക്കാൻ പോലും. നമുക്ക് പാടെ സ്ഥലം വേണ്ടേ? അവിടെ ചെറുത്തമ്മക്ക് കാണുന്നില്ലേ, അങ്ങനെ സ്ഥലം വേണ്ടേ? എന്നിട്ട് അമ്മ ഒപ്പരം വന്ന ആളിയെല്ലാം ഇടിയാക്കി. എന്നിട്ട് അമ്മ അമ്പലത്തിൻ്റെ അവിടെ പോയതാ പോലും. അവിടെ അന്നേരം ഒരു ഇല്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇല്ലത്തിൻ്റെ ആളങ്ങ് വേറെ മാറ്റിയിട്ട് അമ്മ അവിടെ സ്ഥലം ഉറപ്പിക്കുകയോ എന്നാ പറയും. നമുക്കറിയില്ലല്ലോ, പറയുന്നു കേട്ടതാ. പിന്നെ ഈ വയലിലേക്ക് പോകുന്നതിൻ്റെ ഇതെന്താണ്? എന്തിന് ഇതാടാനാ? അതത്ര ദൂരം അവരെല്ലാം നമ്മൾ ഇതിൻ്റെ എല്ലാം സ്ഥലമായിരിക്കും. അത് സ്ഥലത്തിലേക്കെല്ലാം പോയി ആടിയിട്ടെല്ലാം വരണം. അങ്ങനെയാണ് വയലാട്ടം. മറ്റേ ഇവിടുന്ന് തന്നെ ആടിയ ഒരു രീതിയിലല്ല. അങ്ങത്തോളം പോയി ആടി വരുമ്പോൾ നല്ല കാണാനും നല്ലുണ്ട്. ആളത് കാണാനാ നിൽക്കുക തെയ്യത്തിന്. അത് വയലാട്ടത്തിന് പോകുന്നതും വരുന്നതും. അപ്പം ആടി തെയ്യം അടക്കാന്ന് ഈ ചെമ്പും ചോറും പിടിച്ചിട്ട് 3 വലത്ത് വരണം. പൊള്ളുന്ന പാട്ടുള്ള ചോറ് എല്ലായിട്ടുണ്ടാവും. പിന്നെ ഈ 1000 തെങ്ങ് എന്ന് പേര് വന്നതോ? 1000 തെങ്ങ് എന്നല്ല, 1000 തെങ്ങി എന്നാ പറയല്. ഇപ്പൊ 1000 തെങ്ങ് വെറും പേരാണ്. അമ്മ വന്നിട്ടത് അങ്ങനെയാണ്. 1000 തെങ്ങി അമ്മ വന്ന് തങ്ങി. അങ്ങനെ അതാണ് ഇപ്പൊ ആള് പെട്ടെന്നവര് 1000 തെങ്ങ് അങ്ങനെയാണ് പറയുന്നത്. അമ്മ വന്നിട്ട് പേരിട്ടത് അതാണ്. തങ്ങി, അമ്മ വന്ന് തങ്ങിയെന്നാണ്. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടും പോകും. അങ്ങനെ ഉത്സവത്തിന് ഇങ്ങോട്ടും വരും. ചെറുന്നമ്പലത്തിനാ? ആനി ഉത്സവം എല്ലാം വരും. അത് അന്നേരം ഇവിടെ തോടോ നിങ്ങളായിരിക്കും അനക്കൊന്നും വരാൻ കഴിയായിട്ട് അങ്ങ് ആടിയുണ്ട് ഒരു സ്ഥലം. അവിടെ ഒരു കല്ലെല്ലാം അവിടെ കണ്ടില്ലേ, അവിടത്തോളം വരും. അന്നേരം ഇവിടുന്ന് അടുത്തേക്ക് വിളക്കും ആളും പ്രദക്ഷിണം വെക്കും തോന്നല്ലേ. വിളക്കും ആളും എല്ലാം അവിടെ പോയിട്ട് നമ്മൾ നിൽക്കും. അവിടെ എഴുന്നേക്കാം എപ്പോഴും നിൽക്കും. വിഷു 5-ന്. പിന്നെ അമ്മക്ക് അന്നേരം ഇവിടുന്ന് താലി കെട്ടി കൊടുക്കണം. അമ്മ വന്നാൽ തടുമ്പ് അവിടെ വന്നാൽ നമുക്ക് താലി കെട്ടി കൊടുക്കണം. അത് വന്നാലെല്ലാം ഇവിടുന്ന് അമ്പലത്തിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് കെട്ടിക്കൊടുക്കല്. അമ്പലത്തിൽ നിന്ന് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് അന്നത്തെ ദിവസം കെട്ടിക്കൊടുക്കും. അവകാശികൾ ആരെങ്കിലും അവകാശികൾ തന്നെ കെട്ടും. അങ്ങനെയെല്ലാം വേറെ പിന്നെ ഒന്നും പറയാനില്ല. എല്ലാം അറിഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഇളയമേലും കഴിഞ്ഞ കൊല്ലം വരെ ഇടിയുണ്ടായി. മരിച്ചു കിട്ടും. എല്ലാം അറിയും അവർക്ക്. ഒന്നും അറിയാം. എത്ര ദിവസത്തെ തെയ്യാന്നുണ്ടാവില്ലേ? 5 ദിവസം. 5 ദിവസത്തെ കളിയാട്ടം. ഇനി കളിയാട്ടം ഉണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇവിടെ അതിന് കുംഭത്തിൽ പൂരം ഉണ്ടാവും. മീനത്തിൽ പൂരം. ആ പൂരത്തിന് പോയി എല്ലാം അറിഞ്ഞിട്ട് പോവാം കേട്ടാ. എല്ലാം കിട്ടും വന്നാൽ. അന്നേരം ഇവിടെ ആളുണ്ടാവും. ആളും ഉണ്ടാവും. അറിയുന്ന ആള് കുറച്ച് പൈസയുള്ള ആളെല്ലാം ഉണ്ട്. എല്ലാം പറഞ്ഞു തരും. നമുക്കും പൈസ എന്നാൽ അവരെ പോലെ ഒന്നും അറിയാം നമുക്കില്ല. അങ്ങനെയാണുള്ളത്. ഇപ്പം കളിയാട്ടം മുടങ്ങിയത് എന്തേ 3 വർഷമായിട്ട്? പൈസ ഇല്ലാഞ്ഞിട്ട് തന്നെ. പൈസക്ക് പിരിവിനെല്ലാം പോകണം. അങ്ങനെയെല്ലാം കൊണ്ട് തന്നെ. പിന്നെ ചേർത്ത് തന്നെ ഉണ്ടാവൂലേ ഭാഷകളും ആൾക്കാരെല്ലാം. അതിൻ്റെതായ ദോഷങ്ങൾ ഉണ്ടാവൂലേ? ഉണ്ടാവും. കഴിക്കാണെന്നെല്ലാം ഉണ്ടാവും. ആദ്യത്തെ കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം പിറ്റത്തെ കൊല്ലം കഴിക്കണ്ടാന്ന് കഴിച്ചിട്ടില്ല. പൂരം ഇപ്പം അയിലെല്ലാം സർപ്പോലിയെല്ലാം കഴിഞ്ഞിന് ഇടുന്നു. അതെയല്ല, അതെല്ലാം കഴിഞ്ഞു. ആ ബോർഡ് കണ്ടില്ലേ? ഇപ്പം കഴിഞ്ഞിന് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അന്നല്ല വന്നിട്ടുണ്ടെങ്കിൽ നല്ല ആളും ഉണ്ടാവും. നല്ലതാണ് അറിയില്ലല്ല. ഇനി ഇവിടെ എല്ലാം വലത്ത് വെച്ചോ അതെല്ലാം കാണിച്ചു തരാവാ കേട്ടാ.